പ്രൈസ് ദി ലോർഡ്. ചില മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. സങ്കീർത്തനം 119:101 ദുർമാർഗം, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും കാൽ പിൻവലിക്കുന്നു. 2 വ്യാജമാർഗം, 104 തിരുവചനം അണ്ണാക്കിന് മധുരമാണ്, അതെൻ്റെ വായ്ക്ക് തേനിലും നല്ലതാണ്. പ്രമാണങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അത്രമാത്രം മധുരമാണ്. 3 രക്ഷാമാർഗം, അപ്പോസ്തലപ്രവൃത്തി 16-17 അത്യുന്നതൻ്റെ ദാസന്മാർ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. അതുകൊണ്ട് ആ വിശുദ്ധന്മാരുടെ കാലുകൾ എത്ര പ്രകാശമുള്ളതാണ്. 4 സന്മാർഗം, സദൃശവാക്യം 2-9 15-10 തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു, എന്നാൽ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കുന്നത്. സന്മാർഗം ത്യജിക്കുന്നവർ കഠിനമായി ശിക്ഷ വരും. അതുകൊണ്ട് വിശുദ്ധന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം. 5 വിവേകമാർഗം, സദൃശവാക്യം 21:16 വിവേകമാർഗം എന്നോട് കൂടെയുള്ളതിനാൽ അതിൽ നിന്ന് വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. വിശുദ്ധന്മാരുടെ മാർഗത്തിൽ നിന്ന് വിട്ടുമാറി നടക്കുന്നവന് അത് ദുർമാർഗമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുക. നീതിമാർഗം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 26-7 നീതിമാൻ്റെ വഴി ചൊവ്വുള്ളതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധൻ്റെ പാതയെ ചൊവ്വായി തിരഞ്ഞെടുക്കണം. സദൃശവാക്യം 14:28 നീതിമാൻ്റെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മാർഗത്തിൽ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവുണ്ട്. അതിൻ്റെ പാതയിൽ മരണമില്ല. മരണത്തെ ജയിച്ചവനായ യേശുവിൻ്റെ പാത വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. 7 സമാധാന മാർഗമാണ്. റോമർ 3:13 സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. ആരാണ്? റോമലേഖനം 3:10 മുതൽ 18 വരെ വായിക്കുമ്പോൾ നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവർ ഇരുളിലും അന്ധതാമസത്തിലും ഇരിക്കുന്നത് കൊണ്ട് സമാധാന മാർഗം എന്താണെന്ന് അവർക്കറിയത്തില്ല. ലൂക്കോസ് 1:78 സെക്കരിയ പ്രവാചകൻ സെക്കരിയാവ് പറയുകയാണ്, മഹാപുരോഹിതനായ സെക്കരിയാവ് പറയുന്നത്, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. ആരാണ് പ്രകാശിച്ചത്? യോഹന്നാൻ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു വരുമെന്നും അവൻ നിങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അവനെ കാണിച്ചു കൊടുക്കുകയും അവനെ തൊടുകയും അവനെ മാമോദിസ മുഖം ചെയ്ത യോഹന്നാൻ ഇരുളിലിരിക്കുന്നവർക്ക് മനസ്സിലിരിക്കുന്നത് പ്രകാശിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക്. അതുകൊണ്ട് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് വിശുദ്ധന്മാരുടെ പാതയെ പിന്തുടരണം. വിശുദ്ധിയില്ലാതുള്ളവരില്ലെന്നും ദൈവമാതാവില്ലെന്നും കർത്താവിൻ്റെ അമ്മയില്ലെന്നും ഈ ലോകത്തിൻ്റെ വിശുദ്ധന്മാരും ഇല്ലെന്ന് പറയുന്നവർക്ക് അയ്യോ കഷ്ടം. വരാനിരിക്കുന്ന കഠിന ശിക്ഷയിൽ നിന്ന് വിടിവിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരിക്കൽ മനുഷ്യൻ മരിക്കുകയും ന്യായവിധിയും മനുഷ്യർക്ക് കൽപ്പിച്ചിരിക്കുന്നു. ആ ന്യായവിധിയിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ വിശുദ്ധന്മാർ കാണിച്ചു തന്ന ആ പാതയിലൂടെ നടക്കുവാനായിട്ട് വിശുദ്ധന്മാർ കാണിച്ചു തന്ന പാതയുണ്ട്. യോഹന്നാൻ 14 ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമാകുന്ന യേശുക്രിസ്തുവാകുന്ന പാതയിലൂടെ നടക്കുവാൻ നമുക്ക് പഠിക്കണം. അവൻ തന്നെ വഴി, അവൻ തന്നെ സത്യം, അവൻ തന്നെ ജീവനാണ്. അവനിലൂടെ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയണം. ദൈവം അനുഗ്രഹിക്കട്ടെ. വേൾഡ് മിഷനിലെയും വചനം കേൾക്കുന്നവരെല്ലാം ഇതിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകർക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടക്കും. ഹല്ലേലൂയ.